നീ ഇനി എന്തെങ്കിലും എന്റെ മോളെ കുറ്റം പറഞ്ഞാൽ എന്റെ തനി സ്വഭാവം നീ കാണും. നാത്തുനിങ്ങ് പോരെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. വാ. എങ്ങനെ ഒത്തു കിട്ടിയോന്തോ രണ്ട് നാത്തൂമാര്. കിരണിന്റെ കയ്യിലെന്താ? എന്തിനും അമ്മ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ അവന്റെ അമ്മയുടേതാണ്. അതൊന്ന് കാണാൻ എന്താ വഴി? ആ വിശ്വാസമാണ് എന്റെ ധൈര്യം. എത്ര നാളിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനിവിടെ നിൽക്കും. ഒരു വഴിയുണ്ട്. സാറേ പൈസ വേണ്ട വേണ്ട, എന്റെ ഉണ്ട്. അല്ല, ഓട്ടോകാശ്. അയ്യോ, മറന്നു. എത്രയായി? 100. ചോദിച്ചത് നന്നായി. ശരി സാറേ. ശരി. അയ്യേ, പാഡ്. ഇവിടെ ഉള്ള രണ്ട് സാധനങ്ങളെ പോലെ തന്നെ പശുമതിയും ഗിരി ചെയ്യും. പാഡ് ഒന്നിനും കൊള്ളൂല. അവിടെ കട, നീ അവിടെ കട. ആ കുട്ടാ, വാ ഇരിക്കേ. വേണ്ടപ്പാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഞങ്ങള് നിന്നെ നോക്കിയിരിക്കായിരുന്നു. എന്തൊക്കെയുണ്ട് കുട്ടാ വിശേഷങ്ങള്? അവിടെ എല്ലാവർക്കും സുഖാണല്ലോ? അവിടെ എല്ലാരും നല്ല സന്തോഷത്തില്, നല്ല സ്നേഹത്തോടു കൂടിയാ അവിടെ എല്ലാരും എന്റെ അടുത്ത് പെരുമാറുന്നത്. ആണോ? ദുർഗമോൾ എന്തു പറഞ്ഞു? മോള് സന്തോഷായിട്ടിരിക്കല്ലേ? അവൾക്ക് എന്താ സന്തോഷത്തിന് കുറവ്? ഓസിനുള്ള താമസം, സുഖകരമായ ഭക്ഷണം, ഉറക്കം. പിന്നെന്താ സന്തോഷിച്ച? അതെ, അവളും കെട്ടിയവനും കാരണം മറ്റുള്ളവർക്കാ പ്രശ്നം. അല്ല, അവള് കാരണം ആർക്കാ പ്രശ്നം? നിനക്കാണോ വസുമതി? ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ആ, അതിനിപ്പോ അമ്മയ്ക്കെന്താ? ഒന്ന് നിർത്ത്. കുട്ടൻ പറയട്ടെ. പറ കുട്ട. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ദേവേട്ടാ. ഞാനിവിടെ ചെന്നപ്പോഴേ ദുർഗമോക്കും കിരണിനും ഭയങ്കര സന്തോഷമായി. പക്ഷേ അക്ഷിതയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതെന്താ? അറിയില്ല, എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. പറഞ്ഞെങ്കിലേ നന്നായി പോയി. അവൾക്കേ കുറച്ച് ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാ. അല്ലാതെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ ദുർഗയെ പോലെ കൂടെ നിൽക്കത്തില്ല. അഷി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ അത് കാര്യാക്കണ്ട കുട്ട. അവൾക്ക് അതിനുള്ള പക്വതയുള്ളൂ എന്ന് കൂട്ടിയാ മതി. അയ്യേ, ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. അക്ഷിത ആയിരുന്നാലും ദുർഗ ആയിരുന്നാലും ഞാൻ എന്റെ മക്കളെ പോലെ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് വേണ്ടി ദുർഗമോള് അക്ഷിതയുടെ അടുത്ത് എന്തൊക്കെയോ വഴക്ക് പറയുകയും ചെയ്തു. ഇത് കേട്ടില്ലേ? ദുർഗ നമ്മുടെ അഷിയെ വഴക്ക് പറഞ്ഞെന്ന്. ആ നാശം പിടിച്ചവൾക്കേ എന്റെ കുഞ്ഞിനോട് കുശുമ്പാ. അതാ അവളിങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ. ദുർഗയ്ക്കല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ കുട്ടിയോട് കുശുമ്പ്.
അതാ അതിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. നീ അവരോടൊന്നും പറയണ്ട കുട്ടാ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് എന്താ കാര്യം? ഹ? അതല്ലേ ഞാനും ദേവനും വിട്ടുകളഞ്ഞിട്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ദുർഗമ്മോട് എന്തിനായി ദേഷ്യം എനിക്കറിയില്ല. ഇവരെല്ലാം സ്നേഹിക്കുക മാത്രമേ ദുർഗമോളി ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഞങ്ങൾക്ക് ആ നാശത്തിന്റെ സ്നേഹം വേണ്ട. കുടുംബം തകർക്കാനുണ്ടായ നാശം പിടിച്ചൊരു ജന്മം. വസുമതി വേണ്ട. നീ ഇനി എന്തെങ്കിലും എന്റെ മോളെ കുറ്റം പറഞ്ഞാൽ എന്റെ തനി സ്വഭാവം നീ കാണും. നാത്തുനിങ്ങ് പോരെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. വാ. എങ്ങനെ ഒത്ത് കിട്ടിയോന്തോ രണ്ട് നാത്തൂമാര്. പോടോ. കിരൺ, വേഗം വാ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണപ്പാ. നാശങ്ങൾ പോയല്ലോ. ഇപ്പൊ തന്നെ റൂമിൽ പോയി നോക്കാം. ആ ഫോട്ടോ ആരുടെയാണെന്ന് കണ്ടെത്തണം. അതറിഞ്ഞ ഒരു പക്ഷേ രണ്ടിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ളൊരു വഴി തെളിയും. ഈ പെണ്ണിപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോള് അപ്പുറത്ത് പോയി കളിച്ചോ. നാശം.